ടയോട്ടയിൽ വന്നപ്പോൾ കണ്ടത് പുതിയ മോഡൽ വണ്ടിയാണ്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചെറിയ വണ്ടിയാണെങ്കിലും ആണോ ഇല്ലയെന്ന് അറിയില്ല. അതൊക്കെ ഓപ്പൺ ആയിരിക്കും. പുത്തൻ വണ്ടിയാണ്. അർബൻ ക്രൂയിസർ ആ മോഡൽ തന്നെയാണ്. പോളിസറൊക്കെ അടിപൊളി. എല്ലാം ചെറിയ മോഡൽ, ചെറിയ വണ്ടി. ബ്രേക്ക് ലൈറ്റൊക്കെ കൊള്ളാം. ഇത് നാട്ടിലുണ്ടോയെന്നറിയില്ല. ഇത് വന്നിട്ട് ഫോർച്യൂണർ 2025 മോഡല്. അടിപൊളി. എല്ലാം ലെതറാണ്. ലെതർ ടൈപ്പ് സീറ്റും. വലിയ ടയറാണ്. ഇവിടെ കിടക്കുമ്പോൾ നല്ല തിളങ്ങുമല്ലേ കിടന്ന്. അടിപൊളി. സാധാ മോഡൽ. 6 സിലിണ്ടർ പോലെ. വന്നിട്ട് ഹൈലൈൻഡർ നാട്ടിലുണ്ടോയെന്ന് അറിയില്ല, ഒരു ഐഡിയ ഇല്ല. ഹൈലൈൻഡറിനെ കുറിച്ച്. ഹൈലൈൻഡർ നാട്ടിലില്ല. നാട്ടിലിപ്പോൾ വേറൊരു പുതിയ മോഡൽ ഇറങ്ങിയല്ലോ, അതിൻ്റെ ഒരു സെയിം ലുക്ക് തന്നെ. എന്താ അതിൻ്റെ നല്ല രസമുള്ള കളർ. ഇവിടുത്തെ ഒരു കമ്പനിയുടെ വെട്ടത്തിൽ കിടക്കുമ്പോൾ അടിപൊളിയാണ്. നല്ല രസമാണ്. ഇതിലൊരുപാട് സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്. നാട്ടിലെ അർബൻ ക്രൂയിസർ നിയോ ഡ്രൈവ്. നല്ല രസമുണ്ട്. ബ്രേക്ക് ലൈറ്റൊക്കെ. അതിൻ്റെ വിലയൊന്നും കാര്യങ്ങളൊന്നും അറിയില്ല. വിലയൊക്കെ ഇട്ടിട്ടുണ്ട്. നാട്ടിലെത്തിന് ഇങ്ങനെയൊക്കെ ഡിസ്പ്ലേ ഉണ്ടോയെന്ന് അറിയില്ല. ഇത് അർബൻ ക്രൂയിസർ നാട്ടിലുണ്ടല്ലോ അല്ലേ? പക്ഷെ ഇപ്പം ഇറങ്ങുന്നില്ലെന്ന് തോന്നണ്ടല്ലേ? ആ ബ്രീസ. അറബിയിലാണ് എഴുതിയേക്കണം. എൻ്റെ ഫ്രണ്ട് ഇതാണ് അർബൻ ക്രൂയിസറിൻ്റെ. ഒരുപാട് വണ്ടികൾ ഇട്ടേക്കാണ്. ഹൈലൈൻഡർ തന്നെ. ഹൈലൈൻഡറാ ഇത്. വന്നിട്ട് കൊറോള ക്രോസ് നാട്ടിലുണ്ടല്ലോ ഡേ. അത് കുറച്ച് ഒരു മാറ്റിയോ, മോഡൽ മാറ്റിയോ? ഹൈബ്രിഡ് ബാറ്ററിയാണ് വരുന്നത്. ബാറ്ററിയും ബൾക്കിനും കൂടെ ചേർന്നുള്ള നല്ല മൈലേജ്. ഇതാണ് ഇതിൻ്റെ. കീയില്ലാത്തതുകൊണ്ട് ഓണാക്കാൻ പറ്റില്ല. ഡിസ്പ്ലേ ഇട്ടേക്കുന്ന വണ്ടികളാണ്. സീറ്റൊക്കെ കൊള്ളാം. സീറ്റൊക്കെ എക്സൻ സീറ്റുകൾ. ഇതിലേക്ക് വന്നിട്ട് ക്രോസ് കൊള്ളാം. നല്ല കളറും കൊള്ളാം അല്ലേ?
എന്താ റേറ്റും കാര്യങ്ങളൊക്കെ സ്പേസ് ഒക്കെ ഉണ്ടോ അത്യാവശ്യം? സ്പേസ് വലിയ വലിയ സ്പേസ് ഒന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. റേറ്റും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇത് ടൊയോട്ട RAV4 പഴയ മോഡലാണ്. പഴയ മോഡലാണ്, നല്ല മൂവിങ് ഉള്ളൊരു മോഡലാണ് ഈ RAV4. അത്യാവശ്യം വിലയുള്ള വണ്ടിയാണ്. ടയറൊക്കെ നല്ല വലിയ ടയറും സൈഡൊക്കെ അടിപൊളി കേട്ടോ. എല്ലാത്തിലും ഒരേ കണക്കത്ത് തന്നെ ഉണ്ടല്ലേ ഡിസ്പ്ലേ. ഇവിടെ TV ശാശ എന്നാണ് പറയുന്നത്. ഞാൻ ഇപ്പം ആദ്യമായിട്ട് കേൾക്കുന്നത്. ഒരുപാട് സ്വിച്ചും കാര്യങ്ങളും അറബി അറിയാത്തോണ്ടാണ്. അതൊക്കെ അത്ര ഇതാണ് അത്. ഇത് കൺട്രോള് പുഷ് നോർമൽ. അത് മറ്റേ ഇത് മാറ്റുന്നു സ്പീഡ്. മറ്റേ സ്പോർട്സ് ഇക്കോ ടൈപ്പ് ഒക്കെ ഹൈ റേഞ്ച് ഒക്കെ കയറണം. RAV4ൻ്റെ ബാക്ക് സൈഡാണ്. നല്ല രസമുള്ള വണ്ടിയാണ്, നല്ല മൂവിങ് ഉള്ള ടൈപ്പാണ്. വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല. അതൊക്കെ പറയാം. ബ്രിക്സ്റ്റോണിൻ്റെ ടയറൊക്കെ ഇട്ട്. ഇത് ടൊയോട്ട ക്രൗൺ പുതിയ മോഡലാണ്. ടൊയോട്ടയുടെ എംബ്ലം വേറെയാണ് ഇട്ടേക്കുന്നത്. പക്ഷേ വലിയ ടയറും സൈസ് ടയർ പറഞ്ഞ വലിയ വണ്ടിയാണ്. അല്ല ലൈറ്റായിട്ടും തോന്നിക്കണില്ലല്ലേ. അടിപൊളി വണ്ടിയാണ് ക്രൗൺ. ഒരുപാട് സിസ്റ്റങ്ങളൊക്കെ ഒരുപാട് സാധനങ്ങൾ കിയയുടെ ഇത്രയേ ഉള്ളു. പക്ഷെ കിയയുടെ വണ്ടിയിലൊക്കെ കണ്ട ഇങ്ങനെ ഒരു ബട്ടൺ കണക്കാണ് ഇതൊക്കെ ഉള്ളത്. അടിപൊളി അടിപൊളി ഇന്റീരിയറൊക്കെ അടിപൊളി. ഗ്ലാസ് വയ്ക്കാം, നല്ല സ്പേസും. വുഡിന്റെ പോലെ തോന്നുന്നു. വുഡ് തന്നെ അടിപൊളി അടിപൊളി. എല്ലാം ഗ്ലാസ് ട്രേ. അത്ര അടിപൊളി. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനത്തെ ഒരെണ്ണം. ഭയങ്കര ടയറാണ്, അടിപൊളി മോഡലാണ്. ബാക്കൊക്കെ നല്ല രസമാണ്. ബാക്കിൽ ടൊയോട്ട എംബ്ലം ഉണ്ട്, പക്ഷെ ഫ്രണ്ടിൽ ടൊയോട്ട എംബ്ലം അല്ല, ക്രൗൺ. 2025 മോഡലാണ്. അടിപൊളി വണ്ടിയാണ്. ഒഴുക്കം മോഡല്. അത്യാവശ്യം സ്പേസും ഉണ്ട്. നാട്ടിലൊക്കെ ഇറങ്ങിയ രാജാവ് തന്നെ. ഇത്ര സൈസ് കിടക്കുന്ന വണ്ടി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ബ്ലാക്ക്. ക്യാമറ 2025 മോഡല്. ലൈറ്റ് എല്ലാം ബ്ലാക്ക് ആയതിൻ്റെ ഉള്ളതായിട്ട് തന്നെ അറിയാൻ വയ്യ. കുട്ടികളൊക്കെ ഇരിക്കുകയില്ല. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. സൺറൂഫൊക്കെ ഉണ്ട് കേട്ടോ. സൺറൂഫൊക്കെ ഉള്ള മോഡലാണ്. സീറ്റും ശാശയൊക്കെ അല്ല നമ്മളല്ലേ ശാശ ഉണ്ടല്ലോ. യാസിയുടെ ഗ്രില്ലൊക്കെ നല്ല നീളമുണ്ട്. ഇവിടെ ശകലേ ഉള്ളു. സെയിം ഇത്രയും ഇതൊക്കെ സ്പേസ് ഒരുപാട്. പക്ഷെ ഒരു
ഒരു സുഖമില്ല അല്ലേ നമ്മളതിൻ്റെ അത്ര മറ്റേൻ്റെ അത്ര സുഖം വന്നില്ല. 2023-2024 വണ്ടി തന്നെ കിട്ടില്ല. ഇത് കൊറോളനകത്ത് ഇത് കണക്ക് തന്നെയാണ് തോന്നുന്നത്. സെയിം കുറവുള്ളതെന്ന് തോന്നുന്നു അല്ലേ? സ്പേസ് കാണും. സൺറൂഫ് ഉണ്ടെന്നേ ഉള്ളൂ. സെയിം അല്ല കേട്ടോ. സൺറൂഫ് ഉണ്ട്. സൺറൂഫ് ഓപ്പൺ ആക്കി. സൺറൂഫ് വന്നിട്ടുണ്ട്. അതെ. നല്ല കളർ. ടയറിൻ്റെ വ്യത്യാസമുണ്ട്. 2024 വ്യത്യാസമുണ്ട്. പക്ഷെ ഫ്രണ്ടിൽ അങ്ങനെ ഒരു ഇത് വന്നപ്പോഴേ പഴയതിൻ്റെ അത്ര ഒരു സുഖം വന്നില്ല. വരുന്നില്ല. ബാക്ക് ലൈറ്റൊക്കെ മാറിയിട്ടുണ്ട്. E+ ആണ്. എന്താണ് വൈറ്റ് ആണെങ്കിൽ കുറേ കൂടെ ഇത് വന്നേരാം. ഈ വെട്ടത്തിലെ കിടന്ന് ഗ്രൗണ്ട് അടുത്ത് തന്നെ ഇട്ടേക്കാണ്. $2024 കൊറോള 25 മോഡൽ. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പറയാൻ അറിയില്ല. എന്നാലും വണ്ടി ചെറുതായി കളഞ്ഞു. പഴയ മോഡലൊക്കെ സെറ്റപ്പാണ്. കുറേ നമ്മൾ ഫ്രണ്ടൊക്കെ ടർണാക്കി. സ്പേസ് ഉണ്ട്. ഫുള്ള് വലിച്ചിട്ടേക്കാണ് ബാക്ക്. സുഖമില്ല. സ്ഥലമൊക്കെ കൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ല. കൊറോള അത്യാവശ്യം ഡിമാൻഡുള്ള വണ്ടി തന്നെയാണ് ഗൾഫിൽ. 2025 മോഡലാണ്.